നാട്ടിലെ കുന്തളിപ്പ് കാരണം രാജ്യം വിട്ട് യുഎയിലോട്ട്. ഇവിടെ എല്ലാം ഒന്ന് ട്രാക്കായി വന്നപ്പോൾ പിന്നെയും പെട്ടെന്നൊരു ബോധി ഒന്നുകൂടെ രാജ്യം വിട്ടാലോ. യെസ് ഗൈസ്, വി ആർ ഗോയിങ് ടു ഒമാൻ. രാജ്യം വിട്ടു പോകുന്ന പറഞ്ഞാൽ ടിക്കറ്റും പാസ്പോർട്ടൊക്കെ വെച്ചിട്ടുള്ള വലിയ പരിപാടിയല്ല കേട്ടോ, അത് ചെറിയ പരിപാടി. യു എയിൽ നിന്നും ടിക്കറ്റും പാസ്പോർട്ടും ഒന്നും ഇല്ലാണ്ട് നമുക്ക് അനദർ കൺട്രിയിലേക്ക് പോകാൻ പറ്റിയൊരു കിട്ടിയ സ്പോട്ടാണ് മദ ഒമാൻ. ഇന്ന് അജ്മാനിൽ നിന്ന് ഷെമി ഫാരിസും ടീമും നമ്മളെ കാണാൻ വരുന്നുണ്ട്. ഫുജൈറയിലെ ബ്യൂട്ടിഫുൾ സ്പോട്ടുകൾ അവർക്ക് കാണിച്ചു കൊടുക്കലാണ് എൻ്റെ മുർഷിൻ്റെ ഡ്യൂട്ടി. സ്ട്രൈറ്റ് ഒമാൻ. വണ്ടി സ്റ്റാർട്ടാക്കുന്ന മുന്നേ തന്നെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയിരുന്നു, കാരണം മുർഷി ഇരുന്നിട്ട് നല്ലതല്ല. മതയിൽ എത്ര തെങ്ങുണ്ട്, എത്ര പ്ലാവുണ്ട്, അതിലെത്ര മാങ്ങുണ്ട്, അതിലെത്ര ചക്കുണ്ട്, എല്ലാത്തിന്റെ കണക്കും മുർഷിന്റെ കയ്യിലുണ്ട്. എന്റെ കണക്കിലും അത് ജസ്റ്റ് ഒരു ഒമാന്റെ ഏരിയ മാത്രമായിരുന്നു. പിന്നെ മുർഷി പറഞ്ഞു കേട്ടപ്പോഴാണ് ഇത് റാസൽ ഖൈമയുടെ ഏരിയ ആയിരുന്നു. അങ്ങനെ എന്തെല്ലോ ചരിത്രമുണ്ട്, ChatGPT നോക്കിയാൽ മതി കിട്ടും. അങ്ങനെ സ്പോട്ടിലെത്തി സംഗതികളൊക്കെ സെറ്റായി. നമ്മുടെ ഇന്നത്തെ പരിപാടി ബീഫ് കറിയും പൊറോട്ടയും പിന്നെ ദോശയും ചുടുന്നുണ്ട്. ഒരു സൈഡിൽ ഓംലെറ്റ് അടിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. റേസർ സജൻ ഒരേ അടിയാ, പഴയ അടിക്കാരനാ നമ്മളെ ആംപ്ലേറ്റ്. ശങ്കരണ്ണനും ടീമോട് ഫുഡ് പ്രിപ്പറേഷനിലാണ്. റോബിറ്റും ടീമോട് കള്ളുടിക്കുന്നുണ്ട്. അഴിക്കച്ചക്കൻ തന്തയേക്കാൾ മോശം. ഞാനും ഷെമി ഫാരിസും നാട്ടിലെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് പിന്നെ കുറെ ഓർമ്മകളായി വർക്ക്. അതെ, ഷെമി ഫാരിസും ഞാനും അയൽവാസികളാണ്. ബാക്കി അജ്മാൻ ടീം മൊത്തം കാസർഗോഡും കന്യാകുമാരിയും ഒക്കെ ഉള്ള ടീംസാണ്. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങളൊരു ടെൻറ്റ് സ്റ്റേ പാസ്സാക്കി. ബാക്കി പിന്നെ